നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിക്ക് നിങ്ങളോട് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ, ചെറിയൊരു താല്പര്യമുണ്ടെങ്കിൽ ഈ 3 കോംപ്ലിമെൻറ്റ്സ് മതി അവരെ നിങ്ങൾക്ക് വീഴ്ത്താൻ. ഏതൊക്കെയാണ് ആ 3 പ്രത്യേകിച്ചും ഈ വീഡിയോ പുരുഷന്മാർക്കാണ് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത്. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് മേക്ക് ദം ഫീൽ യൂണീക്ക്. അവരെ യൂണീക്കായിട്ട് നിങ്ങൾക്ക് വെക്കാൻ പറ്റണം. ആണുങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ഗേളിനെ, ഒരു പെൺകുട്ടിയെ അങ്ങനെ യൂണീക്കായിട്ട് വെക്കാൻ പറ്റുക? നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് എന്താണ്? അവളുടെ ബ്യൂട്ടിയെക്കുറിച്ച് ഒന്ന് പൊക്കി പറയുക, ഒന്ന് സുഖിപ്പിച്ച് പറയുക, നീ സുന്ദരിയാണെന്ന് പറയുക. ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ അവർ വിചാരിക്കുന്നൊരു കാര്യം എന്താണെന്നറിയോ? ഇതിപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണ്. എല്ലാ ആണുങ്ങളുടെയും ഒരു സൈക്കോളജിയാണ്, അല്ലെങ്കിൽ എല്ലാ ആണുങ്ങളും ഗേൾസിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന ഒരു മെത്തേഡാണിത്. അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. സോ ഈ കോംപ്ലിമെൻ്റ് അവിടെ വർക്കാവില്ല. അവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അവരുടെ സ്കില്ല്, നോളജ്, ടാലൻറ്റ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളവിടെ സംസാരിക്കേണ്ടത്. ബ്യൂട്ടീനെ കുറിച്ചിട്ടല്ല. ബ്യൂട്ടീനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മറ്റുള്ള ആളുകളെ പോലെ, മറ്റുള്ള പൂവാലന്മാരെ പോലെ അങ്ങനെ കണക്കാക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഒരു യൂണിക്ക് ക്വാളിറ്റി എന്ന് പറയുകയാണെങ്കിൽ, കുക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ വൈഫ് ചമ്മന്തി ഉണ്ടാക്കുന്ന കാര്യത്തിൽ സൂപ്പറാണ്. ഏത് ഐറ്റം ചമ്മന്തി ഉണ്ടാക്കിയാലും വേറെ ലെവൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒരു സ്കില്ല്, ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ടാവും. അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അതായിരിക്കണം നിങ്ങൾ കോംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെയും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് യാതൊരു കാരണവശാലും ആ പറയുന്ന പെൺകുട്ടിയുടെ സൗന്ദര്യത്തെക്കുറിച്ചിട്ട് വർണ്ണിക്കാൻ പോകരുത്. സാധാരണ ഒരു പുരുഷൻ ഒരു സ്ത്രീനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറയുന്ന ആ സ്ഥിരം വേർഡ്സുകൾ നിങ്ങൾ ഉപയോഗിക്കരുത്. സകല വിലയും പോകും. നിങ്ങൾക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അവർ പിന്നെ തരുള്ളൂ. ഇവിടെ പറയുന്നത് ഇൻഡയറക്റ്റ് കോംപ്ലിമെൻ്റ് ആണ്. ഒരു കാര്യവും നമ്മൾ നേരിട്ടിട്ട് പെട്ടെന്ന് കേട്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറയാൻ പോകുന്നില്ല. വളരെ ആലോചിക്കുകയാണെങ്കിൽ, വളരെയധികം ചിന്തിക്കുകയാണെങ്കിൽ, അതിനെക്കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് ഈ സാധനം കത്തുന്നുള്ളൂ. അങ്ങനെ കത്താൻ പാടുള്ളൂ, അല്ലാതെ ഒറ്റയടിക്ക് കത്താൻ പാടില്ല. കുറച്ച് ട്യൂബ് ലൈറ്റ് പോലെ ആയിരിക്കണം. ഒരു ഉദാഹരണത്തിന്, കഴിഞ്ഞ ആഴ്ച ആ ഒരു പർട്ടിക്കുലർ ഡേ ഇട്ടിരുന്ന ആ ഒരു ഡ്രസ്സ് നന്നായിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ സുന്ദരിയാണ്, മനോഹരിയാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമ്മൾ പറയാതെ പറഞ്ഞു അന്നിട്ടിരുന്ന ആ ഡ്രസ്സ് നന്നായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻഡയറക്റ്റ്ലി സുന്ദരി ആണെന്നുള്ളത് തന്നെയാണ്. പക്ഷെ നമ്മൾ നേരിട്ട് പറയുന്നില്ല. അങ്ങനെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചിന്തിക്കുക. ഡയറക്റ്റ് ആയിട്ടുള്ളത് എന്താണ് കാര്യങ്ങൾ എന്നുള്ളത് ചിന്തിച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള വേർഷൻ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടും. മൂന്നാമത്തെ കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് ഫെമിനിൻ കോംപ്ലിമെൻ്റ് ആണ്. ഇവിടെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ബ്യൂട്ടീനെ കുറിച്ചിട്ട് ഒന്നും നമ്മൾ പറയാൻ പോകുന്നില്ല. ഇവിടെ വേറെ രീതിയിലാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിയിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ഉണ്ടായിരിക്കുമല്ലോ. ഒരു ഒന്നല്ലെങ്കിൽ നീളം കൂടിയ മുടിയായിരിക്കാം, നല്ല കണ്ണുകളായിരിക്കാം, നല്ല ശബ്ദമായിരിക്കാം, എന്തെങ്കിലും ഒരു സംഗതി ആയിരിക്കുമല്ലോ നിങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. അതായിരിക്കുമല്ലോ നിങ്ങളെ അട്രാക്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ പറയേണ്ടത് ആ അട്രാക്ട് ചെയ്ത കാര്യം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെമിനിൻ ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് മുടി ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നൊരു കാര്യമാണ്. ഒരുപാട് മുടിയുള്ള പെൺകുട്ടികളെയാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു പെൺകുട്ടിയായിട്ട് ഫീൽ ചെയ്യാറുള്ളൂ. എൻ്റെ മനസ്സിൽ എനിക്ക് അങ്ങനെയാണ് തോന്നല്. ഒരു ഫെമിനിൻ ടച്ച് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ചില ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, പെൺകുട്ടികൾ ഇതുവരെയൊക്കെ മുടി വെട്ടിയിട്ട് ഇപ്പം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ആൺകുട്ടികളെ പോലെയൊക്കെ തോന്നും. പ്രത്യേകിച്ച് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ എന്ന് പറയുമ്പോഴും ആ സമയത്ത് ഇപ്പം നിനക്ക് നല്ല മുടിയുണ്ട്, അത് കാണുമ്പോൾ ശരിക്കൊരു പെൺകുട്ടി, ഒരു വിമണായിട്ടുള്ള ഒരു ഫീല് കിട്ടുന്നത് നിൻ്റെ ഈ മുടി കാണുമ്പോഴാണ്, നിന്നെ കാണുമ്പോഴാണ് എന്ന് പറയുമ്പോൾ അവരെ ഫെമിനിനായിട്ട് കൂടുതൽ നമ്മൾ പരിഗണിക്കുമ്പോഴാണ് അവർക്ക് കൂടുതൽ അത് ഇഷ്ടപ്പെടുന്നത്. ഇപ്പം ആണുങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു പുരുഷത്വമാണല്ലോ ആണുങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുക. സ്ത്രീകളെ പോലെ നീ ഒരു പെണ്ണിനെ പോലെ ഇരിക്കുന്നു എന്ന് ഒരു ആണിൻ്റെ അടുത്ത് പോയി പറഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ? അതേപോലെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇപ്പം എൻ്റെ മുഖത്തൊക്കെ ഒരാൾ പറയണം, നിന്നെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെണ്ണുങ്ങളുടെ ശബ്ദമാണ് നിനക്ക്, അല്ലെങ്കിൽ നിൻ്റെ ലുക്ക് കണ്ടു കഴിഞ്ഞാൽ നീ പെണ്ണുങ്ങളെ പോലെയാണ് ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്രത്തോളം ഫീൽ ചെയ്യും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പുരുഷത്വമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഞാൻ ഇത്തിരി കൊള്ളാം കേട്ടോ എന്നുള്ളൊരു ഫീൽ എനിക്ക് തന്നെ ഒരു ഫീല് വരും അല്ലേ? ആ ഒരു ഫീല് വരുത്തുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ ആ 3 കോംപ്ലിമെൻ്റ് എന്ന് പറയുന്നത് മേക്ക് ദം ഫീൽ യുണീക്ക്, ഇൻഡയറക്റ്റ് കോംപ്ലിമെൻറ്റ്, ഫെമിനിൻ കോംപ്ലിമെൻറ്റ്. ആ വ്യക്തിക്ക് നിങ്ങളോടൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഈ 3 കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ആ ഇൻട്രസ്റ്റ് 10 മടങ്ങായി വർദ്ധിക്കുകയോ നിങ്ങളോടുള്ള ഒരു ഇഷ്ടം കൂടി വരികയോ ഒരു പക്ഷേ നിങ്ങളെ തന്നെ പ്രണയിക്കാനുള്ള ചാൻസും കൂടുതലാണ്.